ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ക്യാരറ്റ് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇഫ്താർ ടൈമിലും അല്ലാത്തപ്പോഴൊക്കെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ജ്യൂസാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ചെറിയ സൈസിലുള്ള ഒരു 4 ക്യാരറ്റാണ്. അപ്പോൾ ആദ്യം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുക്കറിലൊക്കെ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അരക്കപ്പിനടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും അത് നന്നായിട്ട് ഇതുപോലെ വെന്ത് കിട്ടും. ഇനി ഇത് ജ്യൂസാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കാം. അതിലേക്ക് ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ ക്യാരറ്റ് നന്നായിട്ടൊന്ന് അടിഞ്ഞ് കിട്ടാൻ പാകത്തിലുള്ള പാലൊഴിച്ച് കൊടുക്കുക. പാല് ആദ്യം തന്നെ ഒരുപാട് കൂടുതലായി കഴിഞ്ഞാൽ ക്യാരറ്റ് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത്. ബാക്കി പാല് നമ്മളത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ചേർക്കാം. പിന്നെ നല്ല തണുത്ത പാല് തന്നെ ചേർക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോഴാണ് ജ്യൂസ് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിന് മധുരത്തിന് മതിയാവില്ല. നമ്മൾ പിന്നെ അതിൽ കുറച്ച് പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുകയാണെങ്കിൽ ജ്യൂസ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ മുഴുവനും പഞ്ചസാര തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ക്യാരറ്റ് നന്നായിട്ട് അരഞ്ഞു കിട്ടുന്ന രീതിയിൽ ആദ്യം എല്ലാം കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടിയും ചേർക്കാം. അപ്പോൾ മൊത്തത്തിൽ നമ്മളിപ്പോൾ 1.5 കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ജ്യൂസ് എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങോട്ട് തിക്കായി കഴിഞ്ഞാൽ കുടിക്കുമ്പോൾ അത്ര നന്നാവില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് കൊടുത്തിട്ട് കുറച്ചൊന്ന് ലൂസായിട്ട് അടിച്ചെടുക്കുകയാണ് നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം 1 കപ്പിനടുത്ത് നല്ല തണുത്ത വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ജ്യൂസ് എത്രത്തോളം ലൂസായിട്ട് വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ടൊന്നും കൂടി അടിച്ചെടുക്കുക. കൂടുതൽ തണുപ്പ് വേണമെങ്കിൽ ഐസ് ക്യൂബൊക്കെ ചേർത്തിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്. അതും കൂടി ചേർക്കുമ്പോഴാണ് ഇതൊരു സ്പെഷ്യൽ ക്യാരറ്റ് ജ്യൂസായിട്ട് മാറുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10-12 കാഷ്യൂ നട്ട് നെയ്യിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ചേർക്കുക. ഇപ്പോൾ പൊടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ട് പൊടിയണ്ട. നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ കാഷ്യൂ നട്ടിൻ്റെ ആ പീസസ് ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടണം. അപ്പോൾ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഈ കാഷ്യൂ നട്ട് കയ്യിലില്ലെങ്കിൽ അതിന് പകരം ബദാമോ പിസ്തയോ അങ്ങനെ ഏതെങ്കിലും നട്ട്സ് നെയ്യിൽ മൂപ്പിച്ചിട്ട് ചേർത്താലും മതി. എന്നിട്ട് ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതിൽ നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും കൂടി ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അതിന് ശേഷം ഇതിൻ്റെ മേലെ നമുക്ക് കാഷ്യൂ നട്ടിൻ്റെ പൊടി ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നോമ്പിൻ്റെ സമയത്തും അല്ലാത്തപ്പോഴൊക്കെയും ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജ്യൂസ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക്